നമുക്കൊരു വിയേർഡ് കോമ്പിനേഷൻ ട്രൈ ചെയ്താലോ? ഉണക്കമീൻ കറിയും ദോശയും ഇങ്ങനെ കഴിക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എനിക്കിങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ ചതച്ചിട്ട് കടുക് താളിച്ചു. കടുക് താളിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടു. അപ്പോഴത്തേക്ക് അത് നല്ല ബ്രൗൺ കളറിലേക്ക് ആകുമ്പോഴത്തേക്കും സവോള ഇടണം. ഒരു സവോള എന്ന് പറയുമ്പോൾ ഒരു ഉള്ളിയുടെ ഒരു പകുതി മതി. പിന്നെ നമ്മുടെ കറിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇടാം കേട്ടോ. പിന്നെ താളിച്ചപ്പോൾ ഞാൻ ഉണക്കമുളക് ഇടാൻ മറന്നു പോയതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് ഇട്ടു. പിന്നെ ഇച്ചിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അങ്ങ് ഇളക്കുക. പിന്നെ ആണെങ്കിൽ ഒരു പുളിയും കുറച്ച് വെള്ളവും കൂടി ഇടുക. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ ഉണക്കമീൻ ഞങ്ങളാണെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു. എന്നിട്ട് ആ ഉണക്കമീൻ ഞങ്ങൾ പിന്നെ ആവശ്യമുള്ളപ്പോൾ അങ്ങ് ഇടും. എന്നിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഉണക്കമീൻ കറി റെഡി. ഇനി ദോശയുടെ ചാൻസ് ചെറുതാണ് കേട്ടോ. കാരണം ഞാൻ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കല്ലിൽ ഒട്ടിപ്പിടിക്കും. എൻ്റെ ദോശ തീരെ ശരിയാവാറില്ല. ജെറിൻ്റെ ദോശ അടിപൊളിയാണ്. അപ്പോൾ എനിക്ക് ഈ ദോശ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് അങ്ങ് ആക്കിയിട്ട്, അയ്യോ, ആ ഒരു ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ദോശ